ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് നിഷ തന്നതാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് അവളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നതാണ്. അങ്ങനെ ഇന്ന് ഒപ്പായാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പനിയായത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, പനി പിടിച്ച് തൊണ്ടയെല്ലാം പുഴുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സംസാരിക്കാനൊന്നും വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് പായസം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പായാണ് ഇന്ന് പായസം വെക്കുന്ന ആൾ. പാല് തിളപ്പിച്ചപ്പോൾ തന്നെ എല്ലാം കൂടെ പൊങ്ങി അടുപ്പിലൊക്കെ വീണ് തീയെല്ലാം അണഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പ അതെല്ലാം വൃത്തിയാക്കിയിട്ട് വീണ്ടും വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇനി പായസം വെക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഇത് നോക്കി പാലട പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒപ്പം എത്ര പ്രാവശ്യം അതിൻ്റെ ടേസ്റ്റ് നോക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. ഒരു തവണ നോക്കി, 2 തവണ നോക്കി, 3 തവണ നോക്കി. ഇപ്പോൾ നോക്കി ആ പായസത്തിൻ്റെ പകുതി ഒപ്പം തന്നെ കുടിക്കുകയും ചെയ്തു. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒപ്പാടെ 2ാമത്തെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒപ്പ 2 ദിവസത്തേക്ക് ലീവ് എടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ടൂറിന് പോകാൻ വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് കുങ്ങിയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കുങ്ങിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒപ്പാടെ 2ാമത്തെ സിസ്റ്ററിൻ്റെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന്. കുങ്ങിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുട്ടികളോടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളവിടെ വന്ന് കുങ്ങിയതോ അവിടെ വീട്ടിലാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് കുതാരി ചിമ്മെന്ന് പറയും. അതായത് ഉണക്കിയ മീനിനെ ഇങ്ങനെ ബ്രൈസ് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പനി പിടിച്ചിരിക്കുന്നത് കാരണം തന്നെ ഭയങ്കരമായിട്ട് ടേസ്റ്റൊന്നും അറിയാൻ വയ്യത്തില്ലായിരുന്നു. എന്നാലും അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഫി ഷോപ്പിൽ പോയി കോഫി കുടിച്ചു. അപ്പോഴാണ് നോക്കിയേ ഒപ്പായാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുടെ വയറ് പോലെയാണ് ഫുഡ് കഴിച്ചേക്കുന്നത്. ഭയങ്കര ഒരു കുടവയറാക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.